ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ പീച്ചി ഡാമിൽ നിന്ന് വരുന്ന ഒരു പുഴയാണ്. പീച്ചി ഡാം തുറക്കുമ്പോൾ ഈ പുഴയിലൂടെ വരും. കഴിഞ്ഞ പ്രാവശ്യം പീച്ചി ഡാം തുറന്നത് 72 ഇഞ്ചോളം തുറന്നു. വളരെ ഹൈറ്റിൽ വരെ വെള്ളം നിറഞ്ഞൊഴുകിയ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടമാണ്. ഇവിടെ ഒത്തിരി വിനോദസഞ്ചാരികളൊക്കെ വന്നിട്ട് ഇവിടെ ആസ്വദിക്കാറുണ്ട്. മനോഹരമായ പ്രകൃതി രമണീയം എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. പീച്ചി ഡാമിന് അടുത്തുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വന്നാൽ ഈ മനോഹരമായ ഒരു സൗന്ദര്യം ഏറിയ ഈ സ്ഥലം കണ്ട് സന്തോഷിച്ച് മനസ്സിനൊക്കെ വളരെ കുളിർമ നിറഞ്ഞ് നമുക്ക് പോകാൻ കഴിയും. ഞങ്ങളിന്ന് ഞായറാഴ്ച ആയത് കാരണത്താൽ ചെറിയൊരു ടൂർ പ്രോഗ്രാമായിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ ചേട്ടനാട്ടോ. അങ്ങോട്ട് കുറച്ച് മാറി എന്നാൽ കുറച്ചേക്ക് പിടിക്കാമല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പീച്ചി ഡാം 72 ഇഞ്ചോളം തുറന്നപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് പോയിട്ട് അപ്പുറത്തേക്കിടെ പാറപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷേ അവിടെ കുറേ ഭാഗം അങ്ങ് തകർന്നു പോയ അനുഭവമാണ്. പിന്നെ ഇത്രത്തോളം ഹൈറ്റിലൊക്കെ വെള്ളം കയറി. അവിടെ വാടി നിൽക്കുന്നുണ്ടോ പുല്ലൊക്കെ, അത്രത്തോളം ഹൈറ്റിൽ വെള്ളം കയറിയായിരുന്നു. അവിടെ കുറേ പിള്ളേർ കളിക്കുന്നുണ്ട്. നീന്താനും ഒക്കെ പറ്റും. ധൈര്യമുള്ളവർക്ക് ഇറങ്ങാൻ പറ്റും. എല്ലാവർക്കും അത്ര ധൈര്യം പോരാ, പേടിയാണ്. 2 വർഷം മുമ്പ് ഇവിടെ വളരെ സങ്കടകരമായൊരു അനുഭവം ഉണ്ടായി. ഒരു കുടുംബം, മണ്ണുത്തിയിലുള്ളൊരു കുടുംബം ഇവിടെ ഈ സ്ഥലത്ത് വന്നതായിരുന്നു. പക്ഷേ 16-17 വയസ്സോളം പ്രായമുള്ളൊരു പെൺകുട്ടി കാല് തന്നെ വീഴാനും പാറയിൽ തലയടിക്കാനും ഇടയായി തീർന്നു. ഓൺ ദി സ്പോട്ടിൽ തന്നെ മരണം സംഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. അതിനൊരു ദുഃഖകരമായ അനുഭവം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഇവിടെ സംഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. നീന്തൽ അറിയാവുന്നവർക്കൊക്കെ സുഖമായിട്ട് നീന്താൻ പറ്റിയ ഇത് മാരാറിൻ്റെ കെട്ടെന്ന് പറയും. ഇവിടെ ഈ കെട്ട് കണ്ടോ, ഈ കെട്ടിൻ്റെ ഇപ്പുറത്തോട്ട് വളരെ ആഴത്തിലുള്ള ജലാശയമാണ്. നീന്തൽ അറിയാവുന്നവർക്ക് സുഖമായിട്ട് നീന്തി കളിക്കാൻ പറ്റും. അങ്ങനെ മനോഹരമായൊരു സ്ഥലം. ഞങ്ങളുടെ കൂടെ കുറച്ച് പേരും കൂടി ഉണ്ട്. അവരൊക്കെ കുറച്ച് അപ്പുറത്തോട്ട് മാറിപ്പോയി. ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ കേട്ടോ.